മോളെ സോനെ, നീയും കൂടി വാ സോനെ. ആ കുടുംബമായിട്ട് നമ്മളെല്ലാവരും ഒരു അടുപ്പം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാ. അവർക്ക് വേറെ ആരുമായിട്ട് അങ്ങനെ വലിയ അടുപ്പമൊന്നുമില്ലല്ലോ. നീ അവിടെ പോയാലേ ഇന്ദുവിന് അത് വലിയ സന്തോഷമായിരിക്കും. ഞാൻ ശ്യാമേട്ടനോടൊന്ന് ചോദിക്കട്ടെ അമ്മേ. അവനും കൂടി വേണ്ടിയിട്ടാ ഞാൻ ഈ പറയുന്നേ. സത്യം സച്ചി സാറിന്റെ കമ്പനി പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ട്രാവൽസ് ഇനി ശ്യാമിനുള്ളതാ. പക്ഷേ അതൊന്നുകൂടി ഉയർത്തിക്കൊണ്ടു വരണമെങ്കില് കുറച്ചുകൂടി പൈസ വേണ്ടേ? നീ എന്റെ കൂടെ നിന്നാ അതിനുള്ള പൈസ ഞാൻ സച്ചി സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. പക്ഷേ അതൊന്നും ശ്യാമേട്ടൻ വാങ്ങാൻ തയ്യാറാവില്ലമ്മേ. അതൊക്കെ അവൻ പറയും. ട്രാവൽസ് നന്നാക്കി എടുക്കാൻ അവൻ അവന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. എടേ, അതെ, നീ അവനെ നിന്റെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കണം. സത്യനെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവന്ന നീ കണ്ടില്ലേ? അതുപോലെ സത്യനും ഇന്ദ്രനും ഇനി രക്ഷപ്പെടും. അതുപോലെ നിന്റെ ഭർത്താവൻ രക്ഷപ്പെട്ട് കാണണ്ടേ നിനക്ക്? ഞാൻ അമ്മ പറയുന്നത് പോലെ ചെയ്യാം. സച്ചി സാറിന്റെ വീട്ടിൽ പോകുന്ന കാര്യം അമ്മ സത്യേട്ടനോട് പറയും. ശ്യാമേട്ടന്റെ സമ്മതം ഞാൻ വാങ്ങിച്ചോളാം. മെടുക്കി. അതെ, സത്യനുള്ള ചായ ഇങ്ങതാ. മതി മതി. നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ പൊക്കോ, അല്ലാതെ ഞാനെന്ത് പറയാനാ? അങ്ങനെയല്ല ശ്യാമേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ ശ്യാമേട്ടനൊന്ന് മനസ്സിൽ വെക്കണം. നമ്മൾ നമ്മുടെ നിലനിൽപ്പൂടി നോക്കണം എന്നല്ലേ? അത് നീ നേരത്തെ എന്നെ ഓർമ്മിപ്പിച്ചാണല്ലോ. അതെന്റെ മനസ്സിലുണ്ട്. അത് മതി. പണ്ടത്തെ ശ്യാമേട്ടനായിരുന്നെങ്കിൽ എനിക്കിതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ആരെ വെട്ടിച്ചും സ്വന്തം കാര്യം നേടുമായിരുന്നു. ഇപ്പതല്ലല്ലോ. ഞാൻ വീണ്ടും പഴയ ശ്യാമാവണോ? അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. പണ്ടത്തെ ശ്യാമിന്റെ പുറകെ ഓടാനുള്ള ശക്തിയൊന്നും ഇപ്പൊ എനിക്കില്ല. അതുകൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ചെറിയൊരു മാറ്റം മതി. അത് വേണം ശ്യാമേട്ട. നമുക്കും ഒരു മോളെ വളർത്തി വലുതാക്കാനുള്ളതല്ലേ? സ്വന്തമായ ഒരു കുടുംബവും വീടും നമുക്കും വേണ്ടേ? എത്ര കാലം നമ്മൾ അമ്മയുടെ ഏട്ടന്മാരുടെയും കൂടി ഇങ്ങനെ ജീവിക്കാം? ആരും ദ്രോഹിച്ചുകൊണ്ട് നമുക്കൊന്നും നേടണ്ട. അതുപോലെ ആരും പിണക്കി നമുക്കൊന്നും നഷ്ടപ്പെടുകയും വേണ്ട. അതേ ഞാൻ ശ്യാമേട്ടനോട് പറയുന്നുള്ളൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോനെ. ഒഴുക്കിനൊത്ത് പോവുക, പിന്നെ പിടിവിളി കിട്ടുമ്പോൾ പിടിച്ചു കയറുക. ഒന്നുമില്ലാത്തതിന് കുടുംബം ഉണ്ടാവണമെങ്കിൽ അതൊക്കെ വേണമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി തുടങ്ങി. ശരി, എന്നാ ഞാൻ ട്രാവൽസിൽ പോകാൻ റെഡി ആട്ടെ. CSRനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്തായാലും ഇപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കാം. എന്നാലേ അദ്ദേഹം എത്തി ഉടനെ കാര്യങ്ങൾ സംസാരിച്ച് വണ്ടി ഇറക്കാൻ പറ്റൂ. ഇന്ന് വണ്ടി വിട്ടുതരാന്ന് CSR സമ്മതിച്ചതല്ലേ രഘുവേട്ട? അതിലിനി വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ? ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. പോലീസിന്റെ കാര്യമല്ലേ, അവര് തലനാരിഴ കീറി പരിശോധിക്കാതെ ഒന്നും ചെയ്യില്ല. എന്നാലും രഘുവേട്ടന് ആ കേസുമായി ഒരു ബന്ധമില്ലെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും വണ്ടി വിട്ടുതരാതിരിക്കില്ല. ഞങ്ങളുടെ കഷ്ടകാലത്തിന് ആ ഓട്ടം വന്നത്. എയർപോർട്ടിൽ നിന്ന് ടൗണിലേക്ക് ലോങ് ഓട്ടോ എടുക്കണ്ടെന്ന് രഘുവേട്ടൻ പറഞ്ഞതാ. ഞാനാ നിർബന്ധിച്ചെടുപ്പിച്ച്. നമ്മളിത് അനുഭവിക്കാനുള്ളതാ അമ്പിളി, അല്ലെങ്കിൽ ഇങ്ങനൊന്നും വരില്ല. വാ ഇറങ്ങാം. നമ്മളിനി ഇങ്ങോട്ട് വരില്ലല്ലോ രഘുവേട്ട? വണ്ടി കിട്ടിയ അതുവഴി പഞ്ചരത്നത്തിലേക്ക് പോവില്ലേ? അതല്ലേ നല്ലത്. അമ്മാവും മഞ്ചാടി ഹോസ്റ്റലിൽ ചേർത്ത് വരാൻ താമസിക്കും. അതിന് മുമ്പ് വണ്ടി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അതുവഴി അങ്ങ് പോവാനോ. ശരി, എന്തായാലും വിളിക്കണം. പോയിട്ട് വരാനോ? ശരി ചേച്ചി. ഈ വരവ് കൊണ്ട് ആകെ ഉണ്ടായ ഗുണം ചീരുവിന്റെ മക്കളെ കാണാൻ പറ്റിയെന്നുള്ളതാ. അവരെ നന്നായി നോക്കുന്നതോടൊപ്പം വയറ്റിലുള്ള കുഞ്ഞിനെയും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചോളാം ചേച്ചി. എന്നിറങ്ങാം.
ശബരിയും ദയാണല്ലോ. അവൻ ഇന്നലെ വിളിച്ചപ്പോ ഞങ്ങളിവിടെ ഉണ്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. രഘുവേട്ടനും അമ്പിളി ചേച്ചിയും പോകാൻ ഇറങ്ങിയതാണോ? അതെ, സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി ഇറക്കണം. അതിനെന്തിനാ രണ്ടാളും കൂടെ പോകുന്നത്? അമ്പിളി ചേച്ചി ഇവിടെ ഇരിക്കട്ടെ. സ്റ്റേഷനിലേക്ക് രഘുവേട്ടൻ്റെ ഒപ്പം ഞാൻ വരാം. അതെന്തിനാ? ശബരേട്ടന് കമ്പനിയിലൊന്നും പോണ്ടേ? അല്ല, സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി എടുക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ഈ ശബരി, അത് പറയാൻ പറ്റില്ല. സിയെ മറ്റെന്തെങ്കിലും തിരക്കിലാണെങ്കിലേ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും. ഓ, അത് മാത്രമല്ല ശബരി, ഞങ്ങൾ അതുവഴി പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോകും. മോൾ അവിടെയല്ലേ? അമ്പിളി ചേച്ചി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ ഇപ്പോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. രഘുവേട്ട, നമുക്ക് പോവാം. എന്നാ പോട്ടെ ശബരി. ഞങ്ങള് ഇറങ്ങട്ടെ. ഞാൻ നിന്നെ ശരി വിളിക്കാം. ശരി. ശബരി, ശബരിന്റെയും അകത്തേക്ക് വാ. ശരി. വാ. വാ. വാതേ. അച്ഛനിവിടെ ഇല്ലേ? അച്ഛൻ മഞ്ചാടി ഹോസ്റ്റലിൽ ചേർക്കാൻ പോയിരിക്കുക. അപ്പൊ അവളുടെ തീരുമാനത്തിന് അച്ഛൻ വഴങ്ങിയല്ലേ? വഴങ്ങാതെ പറ്റുമതേ. ഇപ്പൊ എല്ലാവർക്കും അവരുടെ താല്പര്യമല്ലേ വലുത്. ആ, ഇരിക്കെ ശബരി. അല്ല, മക്കളെവിടെയാ ചേച്ചി? രണ്ടുപേരും നല്ല ഉറക്ക. പിന്നെ വിച്ചുമം ഭാനുമ്മയോടൊപ്പം അമ്പലത്തിൽ പോയിരിക്കുക. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. വിനയൻ നേരത്തെ പറഞ്ഞു വെച്ച ഷോപ്പ് തന്നെയാണോ ചീരു എടുക്കാൻ പോകുന്നത്? അതൊന്നും എനിക്കറിയില്ല ശബരി. ഞങ്ങളെ ഒന്നും അന്വേഷിക്കാനും പോകുന്നില്ല. 15 ലക്ഷം അനുചേച്ചി കൊടുത്തത് എന്റെ മക്കളെ അയാളുടെ അടുത്തുനിന്ന് രക്ഷിച്ചോണ്ട് വരാൻ വേണ്ടി. സാധാരണ മക്കൾക്ക് ജീവിക്കാനുള്ള പണം കൊടുക്കേണ്ടത് അച്ഛനാ. ഇതിപ്പോ അച്ഛൻ അങ്ങോട്ട് പണം കൊടുത്ത് മക്കള് തിരിച്ചു വാങ്ങേണ്ട അവസ്ഥ. അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെന്താ ദയ? എന്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ലായിരുന്നു എന്നാണോ നീ പറയുന്നത്? എന്നല്ല, പണം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരണ്ടായിരുന്നു. വിനേട്ടന്റെ കൂടെ മക്കളല്ലേ, അവിടെ വളരട്ടെ എന്ന് വിചാരിക്കണം. അമ്മ അടുത്തില്ലാതെ മക്കളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് അങ്ങേര് കൂടി മനസ്സിലാക്കട്ടെ. അതത്ര എളുപ്പമല്ലാന്ന് മനസ്സിലാക്കുമ്പോ വിനേട്ടൻ തന്നെ മക്കളെ കൊണ്ടുവന്ന് ചീരിച്ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു. ദയേ, കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാതെ നീ ഇത്ര അഭിപ്രായങ്ങൾ പറയരുത്. നീ നിന്റെ മോനെ ശബരിയുടെ വീട്ടിലാക്കിയിട്ട് പോന്ന പോലെയല്ല ചീരുവിന്റെ വിനയന്റെയും കാര്യങ്ങള്. അത് ആദ്യം മനസ്സിലാക്ക്. നമുക്ക് 15 ലക്ഷം രൂപയേക്കാൾ വലുതാ നമ്മുടെ കുഞ്ഞുങ്ങള്.